നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കിബുട്സിലാണ്. യെസ്. ഹമാസ് എന്ത് ചെയ്താലും അത് നന്മയാണ്. 500 ടെററിസ്റ്റുകൾ ഇവിടെ വന്നു മൊത്തത്തിൽ. സിവാൻ ആൻഡ് നവോർ. ഇത് കാണുന്നുണ്ടല്ലോ, വെടിയുണ്ട തുളച്ച് കയറുന്നത്. ഇവിടെ ഒരു പ്രൊപ്പഗണ്ട നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ അതെ. ഇതാണ് എങ്ങനെയാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റ് അല്ലെങ്കിൽ ഹമാസ് പ്രേമികൾ നുണ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഈ 2 പേര്, ഇവരെ കൊന്നിട്ട് ഇവർ പ്രചരിപ്പിച്ചത് എന്താണ്? എ സെൽഫി ബിഫോർ എൻറ്ററിങ് ഗാസ ആൻഡ് സെൽഫി ആഫ്റ്റർ എൻറ്ററിങ് ഗാസ, ദ ബോഡി ടെക്സ്റ്റ്. ആൻഡ് ഇസ്രയേലി സോൾജിയർ ആൻഡ് എ ഫീമെയിൽ സോൾജിയർ എൻറ്റേർഡ് ഗാസ ടു കിൽ അൺആംഡ് പാലസ്തീൻ സിവിലിയൻസ് ബട്ട് ദേ റിട്ടേൺ ടു ദെയർ ഫാമിലീസ് ഇൻ കോഫിൻസ് എന്നാണ് പറയുന്നത്. അതായത് ഈ 2 പേര്, ഈ വീട്ടിൽ താമസിച്ച 2 പേര് അവിടെ പാലസ്തീനിൽ പോയി അവിടുത്തെ സിവിലിയൻസിനെ കൊല്ലാൻ ചെന്നു. അവർ ശവപ്പെട്ടിയിൽ തിരിച്ചയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ആഘോഷിക്കുകയാണ് ആൾക്കാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വീട്ടിൽ താമസിച്ച് ഒരു പാവപ്പെട്ട ചെറുക്കനും പെണ്ണും സ്നേഹിച്ച് താമസിക്കുന്ന വീട്ടിൽ വന്ന് അവരെ വെടിവെച്ച് കൊന്നേച്ച് അവരുടെ ഫോട്ടോ എടുത്ത് ഇതുപോലെ നുണ പ്രചരിപ്പിക്കുക. എന്നിട്ട് അതൊക്കെ ആഘോഷിക്കുക ആൾ. ഓക്കെ, വളരെ സാധാരണക്കാരായ ഇവിടെ കൃഷിസ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യുന്ന, ഫാക്ടറി പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിച്ചിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായിരിക്കും അത്? സത്യം നിങ്ങൾക്ക് ഒരുപാട് കാലം മറച്ചു വെക്കാം, പക്ഷെ ഒരു നാൾ അത് മറനീക്കി പുറത്തു വരും. ഷലോം അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതും കോപ്പി അടിച്ചാണോ? നമ്മളെല്ലാം കോപ്പി അടിക്കും. ശരി. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ കണ്ടു, കേട്ടു, അറിഞ്ഞു. അതിനകത്ത് ഹൃദയം തകരുന്ന ചില കാഴ്ചകളുണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ഈ ലോകത്തോട് പറയേണ്ട ചില സത്യങ്ങളുണ്ട്. അങ്ങനെ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്ത് പോവാം. ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവിടെ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാമത്തെ തവണയാണ് പോകുന്നത്. ആദ്യത്തെ തവണ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അന്ന് നമ്മൾ കുറേ പങ്കുവെച്ചിരുന്നു. പക്ഷെ അന്ന് ഈ ചാനലിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വളരെ വൈകിയാണ് ചാനലൊക്കെ തുടങ്ങിയത്. പക്ഷേ അന്നും ഇന്നും പറയാനുള്ളത് ഒരേ സാധനമാണ്. ഇന്ന് ഞാൻ കുറച്ചും കൂടി ഇത് നെഞ്ചത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് പച്ചയ്ക്ക് പറയാനുള്ള സാധനം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കുറ്റസമ്മതം നടത്തണം. അതെ. അപ്പം ഞാൻ ആരിഫ് ഈ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നല്ലോ. അപ്പം ഞാൻ ആരിഫായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു, ഇത് ആരിഫ് ഭയങ്കര ഓവറാണ്, ഇത് ഇത്രയും ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, തമ്പനയിലൊക്കെ ഭയങ്കര പ്രൊവോക്കേറ്റീവാണ്, ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വിശ്വാസികൾ കേൾക്കണ്ടേ, അപ്പോൾ ഇത് കുറച്ച് എൻ്റെ ഡോസ് കുറയ്ക്കണം, നിങ്ങളിങ്ങനെ ഭയങ്കര വൈകാരികമായിട്ട് അല്ലെങ്കിൽ അവരെ ട്രോൾ ചെയ്യുന്നു, അവരെ പുച്ഛിക്കുന്നു, കളിയാക്കുന്നു, അങ്ങനെയല്ല വേണ്ടത്. ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ മാതൃകകളുണ്ടല്ലോ, ജബ്ബാർ മാഷ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ ആ ഒരു സ്റ്റൈല് പിടിക്കാൻ പറയണം. അപ്പം ഞാൻ വിളിച്ച് ഉപദേശിച്ച് ഓർക്കുന്നുണ്ടോ? 2 തവണ, ഒന്ന് വിളിച്ചിട്ടും പിന്നെ ഒന്ന് നമ്മളെ ലിറ്റ്മസിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു രാത്രി എൻ്റെ തല തിന്നതാണ്. അപ്പം ആ ഉപദേശമൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ആരിഫിൻ്റെ ഇഷ്ടത്തിന് പോട്ടെ, നമുക്ക് നമ്മുടെ രീതിയിലും പോവാം എന്ന് കരുതി. പക്ഷെ ഞാൻ ഈ ഇസ്രയേലിൽ വന്നു. ഇസ്രയേലിൽ നമ്മൾ പോയി അവിടെ നടന്ന ആ സംഭവങ്ങൾ, ഒക്ടോബർ 7-ന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇനി കൂട്ടണം. അല്ല, അത് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നിയതിൻ്റെ വേറൊരു കാര്യം, ഞാനവിടെ വന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ആ വീഡിയോസൊക്കെ ഇട്ടു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ, അതായത് അവിടെ കിബുട്സിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ട കാഴ്ച, കരിഞ്ഞ വീടുകൾ, വെടിയുണ്ട തുളച്ച്, അതായത് വെടിയുണ്ടിന് തറയ്ക്കാത്തൊരു ഭിത്തി, ഒരു വീടിൻ്റെ ഒരു ഭാഗം പോലുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഉറങ്ങിക്കിടന്നിരുന്ന നിസ്സഹായരായ ആളുകളെ അവിടേക്ക് കടന്നു കയറി വെടിവെച്ച് കൊന്ന് അരിപ്പ പോലെ ആക്കിയതിനു ശേഷം, അതും വളരെ പാവപ്പെട്ട മനുഷ്യരെ, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ, അങ്ങനെ കൊല വിളിച്ച ശേഷം ആ വീഡിയോ നമ്മൾ ഇട്ടിട്ട് ഇത്ര മനുഷ്യത്വരഹിതമായ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ മുസ്ലിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, ഇസ്ലാമിനെ പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൻ്റെ അടി വന്ന കമൻറ്റുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു. അതാണ് ശരിക്കും എനിക്ക് ഷോക്കിങ് ആയത്. ഇനിയും നീ വീഡിയോ നയനാനന്ദകരമായ കാഴ്ച ഞങ്ങൾ കൺകുളിർക്കെ കാണട്ടെ എന്നൊക്കെയാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടത്. ശരി, ആൾക്കാരെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് പറയണം ആരാണെന്ന്. ഇസ്ലാം നാമധാരികൾ. അതെ, മുസ്ലിങ്ങൾ. ഞാനെപ്പോഴും പറയുന്നത് എവറി മുസ്ലിം ഇസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾ അത് കുറച്ച് ഓവറല്ലേ എന്നാണ് ചോദിക്കുക.
പൊട്ടൻഷ്യൽ ജിഹാദി എന്നാണ് നമ്മൾ പറയുന്നത്, ജിഹാദികളാണെന്നല്ല നമ്മൾ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഒരു ജിഹാദിത്തരം നമ്മൾ കാണുമ്പോൾ അതിനെ തള്ളി പറയാൻ പോലും സാധിക്കാതെ വരികയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് അനുകൂലിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതാ കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വളരെ ന്യൂട്രലായിട്ട് നിന്നിരുന്ന ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, എടാ ഇത് നമ്മുടെ ഇടയിലുള്ള ആൾക്കാരാണോ ഇത്, പേടിയാവുന്നല്ലോ, ഇവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്, ഇത് ആരൊക്കെ ഇനി ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കുറച്ച് മണ്ടന്മാരാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത്, തുറന്നു പറയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈറസാണ്, മത വൈറസ് തലയിൽ കയറിയിരിക്കുകയാണ്. ഈ വൈറസിനെ പുറത്ത് കളയാൻ ആരിഫിൻ്റെ മാർഗം തന്നെയാണ് നല്ലതെന്നൊരു കൺക്ലൂഷനിൽ ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ്. അതായത് മര്യാദയ്ക്ക് പറഞ്ഞാലോ. വലിയ നന്ദി തിരിച്ചറിവ് ഉണ്ടായതിന്. അല്ല, ഞാനപ്പോഴും ചോദിക്കണത് ഈ ഒരു സംഗതി നമ്മൾ പറയുമ്പോൾ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായോ? അതായത് സത്യത്തിൽ ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഇതര മതക്കാരായിട്ടുള്ള ആളുകൾ, വിശ്വാസികളല്ലാതെയുള്ള ആളുകൾ, ഇൻക്ലൂഡിങ് സംഘികൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെയുള്ള പല മുസ്ലിങ്ങളും ഈ തരത്തിൽ ജിഹാദി തരമുള്ള ആളുകൾ അഭിനയിച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ളത്? എൻ്റെയൊക്കെ ഒരു പ്രശ്നം ഞാൻ പറയാം. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, നമ്മളവരോട് വളരെ എന്താ പറയുന്നത്, വളരെ ക്ലോസ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രശ്നം പറയാൻ പോലും അവർ വേദനിക്കുമോ, അവർക്ക് വിഷമാവുമോ എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ട് എപ്പോഴും. അപ്പം നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറയുമെങ്കിലും അപ്പോൾ അവരും അത്, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്കൊന്ന് കുറേ ഈ കമൻ്റ് ഇട്ട ആളുകൾ ഒക്കെ അവരൊക്കെ വേറെ ആരുടെയൊക്കെ സുഹൃത്തുക്കളല്ലേ? അതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിപ്പം ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. അപ്പം ഞാൻ അതിന് ശേഷം ഇട്ട പോസ്റ്റിനകത്ത് ഞാൻ പറയുന്നത്, ഞാൻ വിചാരിക്കുകയാണ് 90% ഓഫ് മുസ്ലിംസ് അവരങ്ങനെ അല്ല, അവരിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ചൂണ്ടിക്കാണിക്കും. അപ്പം ഞാൻ അവരോട് ഓപ്പൺലി ഞാൻ പറയുകയാണ്, നിങ്ങളിങ്ങനത്തെ കമൻറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാതെ അവരെ വന്ന് നിങ്ങൾ പറയുക, ഇതിങ്ങനെ അല്ല, ഇങ്ങനെ പറയരുത്. അറ്റ്ലീസ്റ്റ് ഒരു പ്രതിരോധം ആരും പറഞ്ഞിട്ടില്ല, ആരും പറയില്ല. അതാണ് നമുക്കൊരു ഭയങ്കര വിഷമം വന്നത് കണ്ടപ്പോൾ. അതാണ് ഇതിലെ വ്യത്യാസം. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോൾ ആളുകൾ കമ്പയർ ചെയ്യും, അതും ഇതും കണക്കാണ്, എല്ലാം അതും ഒരേപോലെയാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയല്ലല്ലോ. ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാൾ ഒരു ഏതെങ്കിലും ഒരു ഇതുപോലുള്ളൊരു തീവ്രവാദം നടത്തുമ്പോൾ അത് ശരിയല്ല, ആ ആൾ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഏതെല്ലാം വിഷയങ്ങൾ നമ്മളിവിടെ കാണുന്നു. ഹിന്ദുക്കൾ വലിയ രീതിയിൽ ഇപ്പം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വളരെ ഓപ്പൺലി ഇതിനെല്ലാം ഡിബങ്ക് ചെയ്യുകയും എതിർക്കുകയും ഒക്കെ ചെയ്യും, അനുകൂലിക്കും എതിർക്കും, അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത് ആ ഒരു വിസിബിലിറ്റി ഇപ്പുറത്ത് വരുന്നില്ല. അത് പേടിച്ചിട്ടാണോ ഇനിയും? അല്ല, മുസ്ലിങ്ങൾക്ക് എന്തിനാ പേടി? അല്ല, അവരെ ഈ തീവ്രവാദികൾ അല്ല, മതപരമായിട്ട് വിശ്വാസിയായിരുന്നല്ലോ, ഞാനിത് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ വിശ്വാസിയായിരുന്ന സമയത്താണ് ഇവിടെ നമ്മളുടെ മുംബൈ അറ്റാക്ക് നടക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് തന്ന, അല്ലെങ്കിൽ കാണിക്കപ്പെട്ട, എനിക്ക് തിരിച്ചറിവുണ്ടായ ഒരു അവസ്ഥ, ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ പറയുന്ന മുംബൈ അറ്റാക്ക്. മുംബൈ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അന്ന് ഫേസ്ബുക്കിലിട്ടത്, ഇത് ഇന്ത്യ തന്നെ നടത്തിയതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഹൽഗാമിൽ നമ്മൾ കാക്കാമാർ ഇത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ്. കാരണം ഞാൻ ഈ കമൻറ്റ് അന്ന് മുംബൈ അറ്റാക്കിന് ഇട്ട ആളാണ്. അപ്പോൾ അന്ന് അത് ഇട്ടപ്പോൾ അന്ന് എൻ്റെ സ്കൂളിലെ ഒരു സീനിയർ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്കൊക്കെ അറിയുന്ന നല്ല ഒരു മുതിർന്ന ഒരാൾ, കാരണം ഏതാണ്ട് ഒരു 5-6 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഞങ്ങൾ സീനിയർ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ആ ആൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ട് അയച്ചു, എന്താണ് ആരിഫ് ഇങ്ങനെയൊക്കെ പറയണത്, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ രാജ്യം നടുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഇത് ഇൻസൈഡർ ജോബാണെന്നൊക്കെ പറയാൻ ഇച്ചിരി ഉളുപ്പ് വേണ്ടേ എന്ന് ഒരു കമൻറ്റ്. അന്ന് ഇതേപോലെ സോഷ്യൽ മീഡിയ ഒന്നും വലിയ സംഭവമൊന്നുമല്ല, ആ കാലം ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആൾക്ക് പേഴ്സണൽ മെസ്സേജ് പോയി അയച്ചത് ഇപ്പോഴും ഇതിൻ്റെ ഈ ചാറ്റ് ബോക്സിൽ ഇപ്പോഴും കിടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ആർക്കും എടുത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആൾ ഞാൻ ഉപദേശിക്കുകയാണ്, അങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന സംഗതി. അതെല്ലാം കഴിഞ്ഞ് കാലം മുന്നോട്ട് പോയി, നമ്മൾ ഇന്ന് തിരിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇന്ന് ഇതേപോലെ ഇൻസൈഡർ ജോബാണ് പഹൽഗാം, അല്ലെങ്കിൽ മറ്റേ ഉറി അറ്റാക്ക്, അല്ലെങ്കിൽ മറ്റേ പുൽവാമ ഒക്കെ ഇതേപോലെ ഇൻസൈഡറാണ്, മോദി ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇന്ന് പറയുന്ന കാക്കന്മാരെ ഞാൻ പോയി ഇന്ന് ഉപദേശിക്കുന്ന ആളായിട്ട് മാറി. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വന്ന് ഇതിൻ്റെ ചില വീഡിയോ ഒക്കെ വൈറലാവുകയും ചാനലിലൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഏതോ ഒരു വീഡിയോയുടെ ഒരു ഷോർട്സ് ആണെന്ന് തോന്നുന്നത്, അത് എനിക്ക് ഇട്ട് തന്നിട്ട് ഈ സെയിം സീനിയർ എന്നോട് ചോദിക്കുകയാണ്, ഇതന്ന് ഞാൻ പറഞ്ഞ അതേ ആരിഫ് തന്നെയാണ് ഇത്? അതെ തന്നെയാണ്. അതാ ഞാൻ പറയണേ. അപ്പം നമ്മൾ ഈ വഴി കൂടെ വന്ന ആളാണ്. ഞാൻ ആരെയും പേടിച്ചിട്ടല്ല അത് ചെയ്യുന്നത്.
അന്ന് ഞാൻ ഇത് ഇൻസൈഡർ അറ്റാക്ക് ആണെന്ന് ഞാൻ പറഞ്ഞതോ ഇതിനെ അനുകൂലിച്ചതോ അത് അങ്ങനെയല്ല. ഇത് നമ്മളുടെ ഈ ഉമ്മത്ത് എന്ന് പറയുന്നൊരു ബോധമുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതിനെ എതിർത്ത് പറയണമെന്നുള്ള ചിന്ത പോലും വരുന്നില്ല. പിന്നെയല്ലേ എതിർത്ത് പറയുന്നത്, പിന്നെ പേടിക്കണതൊക്കെ. ഇത് നമ്മൾ ഇതാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ നിലനിൽക്കേണ്ടത് എന്ന ഒരു തെറ്റായ ബോധം നമുക്ക് തരികയാണ്. അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ല. പിന്നെയല്ലേ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. അതിനൊരു കാരണം ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ജൂതന്മാരെ കുറിച്ച് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു മതവിഭാഗമാണ്. ചെന്ന് കയറിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം അട്ടിപ്പായിക്കപ്പെടുകയും അല്ലെങ്കിൽ അവരെ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഒന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ അവരെ ഓടിച്ചു. പിന്നീട് അവർ ചെന്ന സ്ഥലത്ത് അവരെല്ലായിടത്തും ചെന്ന രാജ്യങ്ങളിലെല്ലാം അവർ സക്സസ്ഫുള്ളായി. അപ്പോൾ അവിടുത്തെ ആളുകൾ അവർക്കെതിരെ തിരിഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുന്ന ഒരു സ്ഥലം. പക്ഷേ ഈ ജൂതന്മാരെക്കുറിച്ച് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പം ഒരു 10 കൊല്ലം മുമ്പാണ് എൻ്റെ കൂടെ ഒരു ഈജിപ്ഷ്യനുണ്ട്. അമേരിക്കൻ സിറ്റിസണാണ്, ബട്ട് ഒറിജിനൽ ഈജിപ്ഷ്യനാണ്. അപ്പോൾ പുള്ളി എന്നോട് ഒരു ദിവസം വിളിച്ചിരുത്തിട്ട് ഈ റോത്ത്ഷൈൽഡ് കഥ പറഞ്ഞു തരാണ്. അതായത് ഈ ലോകം നിയന്ത്രിക്കുന്നത് മുഴുവൻ ജൂതന്മാരാണ്. ഫസ്റ്റ് തിങ്, ലോകത്തിലെ ബാങ്കുകളെല്ലാം ജൂതന്മാരുടെ കയ്യിലാണ്. 3, ലോകത്തിലെ എല്ലാ വാറുകളും സ്പോൺസർ ചെയ്യുന്നത് ജൂതന്മാരാണ്. റേപ്പ്, ഡ്രഗ്സ് ഇത് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത് ജൂതന്മാരാണ്. പോൺ ഇൻഡസ്ട്രി ജ്യൂസാണ്. സോ എവ്രിതിങ് നിങ്ങൾ ഈ കാണുന്ന എൻ്റയർ നെക്സസ് എന്ന് പറയുന്നത് ഇത് ഒരു ജ്യൂസ് നെക്സസ് ആണ്. അതിൻ്റെ പിന്നിൽ ഈ റോത്ത്ഷൈൽഡാണ്. ആൻഡ് അമേരിക്കാസ് ഡീപ് സ്റ്റേറ്റ് ഈസ് ഓൾസോ ഈസ് ജ്യൂസ് ആണ്. അപ്പോൾ ഇതൊരു ഭീകരന്മാരായി ഈവിളാണ്. ദീസ് പീപ്പിൾ ആർ ഈവിൾ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ പാലസ്തീൻ തീവ്രവാദി ആക്രമണം നടത്തുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ഇത്രയും മൊസാദ് പോലത്തെ ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൈ നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരു ഇസ്രായേൽ പോലത്തെ ഒരു രാജ്യത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇവരറിയാതെ ഒരു ഈച്ചയ്ക്കെങ്കിലും പറക്കാൻ സാധിക്കും. അപ്പോൾ ഇവർക്കുണ്ടായി എന്ന് പറയുന്നത് ഇവർ തന്നെ ഇവരുടെ ആളെ കൊല്ലുകയാണ്. ഇവർ തന്നെയാണ് ഇവരുടെ ആൾക്കാരെ കൊല്ലുന്നത്. എന്നിട്ട് ഇത് മറ്റേ പലസ്തീനികൾ ചെയ്തതാണ്, മുസ്ലിംസ് ചെയ്തതാണെന്ന് ലോകത്തോട്ട് വിളിച്ചു പറയുന്നത്. സോ ഇറ്റ്സ് ഓൾ ഈ തിയേറ്റർ, ഇത് മൊത്തം ഇവരുടെ ഒരു നാടകമാണ്. അപ്പം ഞാനിങ്ങനെ കുറേ നേരം കേട്ടിരുന്നു. അത് ഞാനിത് പോയി വെറുതെ ഗൂഗിളിലൊക്കെ നോക്കി. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കോൺസ്പിരസി കൊണ്ട് ഗൂഗിൾ നിറഞ്ഞിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിതിൽ നിന്ന് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പം ഇതേ ഒരു തിയറി ഇവിടെയുമുണ്ട്, ഇന്ത്യയിലും. RSS അറിയാതെ ഇന്ത്യയിൽ ഒരു ഈച്ച പോലും അനങ്ങില്ല. RSS ഈസ് ദ എന്നാ പറയുന്നത് ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷൻ, ഏറ്റവും വലിയ സംഭവമാണ്. ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനം, കോടതി, പോലീസ്, ED, CBI എന്നുവേണ്ട എല്ലാം നിയന്ത്രിക്കുന്നത് RSS ആണ്. പഞ്ചായത്ത് ഓഫീസ് ഒരു RSS ആണ്. അങ്ങനെ ഇതിങ്ങനെ പൊക്കി RSSനെ പൊക്കുകയാണ്. ഇങ്ങനെ മറ്റേ ജൂതന്മാരെ പൊക്കിയ പോലെ തന്നെ RSSനെ ഇങ്ങനെ വലുതാക്കുകയാണ്. അങ്ങനെ വലുതാക്കി RSS അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല എന്നൊരു വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് ടെറർ അറ്റാക്ക് നടത്തിയാലും അത് RSS അറിയാതെ നടക്കില്ലല്ലോ എന്ന തോന്നൽ വളരെ ശക്തമാവും. അപ്പോൾ ഇതിനാണ് ക്രിയേറ്റിംഗ് ആൻ എനിമി എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ആരെയാണോ എനിമി ആക്കേണ്ടത് അവരെ അങ്ങ് വളർത്തുക, അവരെക്കുറിച്ച് അങ്ങ് വളരെ പെരുപ്പിച്ച് കാണിക്കുക. സത്യത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലും RSSന് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് അത് വസ്തുത. അല്ല, അത് ഇപ്പോൾ മൊസാദിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ. സത്യത്തിൽ മൊസാദ് ഒരു വലിയ സംഭവം എന്തുകൊണ്ടാണ് എൻ്റെ ചുറ്റും കിടക്കുന്നത് ഈ മണ്ടന്മാരായതുകൊണ്ട് മാത്രമാണ്. അതായത് മൊസാദ് നേരിടുന്നത് മദ്രസ പൊട്ടന്മാരായതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. അത് ഞാനത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. അവർക്കറിയാവുന്നത് വളരെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് വെപ്പണൊക്കെ ഉപയോഗിച്ച് ടാർഗറ്റഡ് അറ്റാക്ക് നടത്താൻ അറിയാം. അതായത് മൊസാദിനെ മൊസാദാക്കുന്നത് ഒന്ന് അവരുടെ ബ്യൂറോക്രസി നമ്മുടെ മാതിരിയല്ല. അതെ, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. അതെ, കുറച്ചും കൂടിയും എന്താ പറയുക ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ പെട്ടെന്ന് നടക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് അത് അവർക്കുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവർ നേരിടുന്നത് ഈ മദ്രസ പൊട്ടന്മാരായതുകൊണ്ട് പണികളൊക്കെ വളരെ എളുപ്പം. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ എത്ര പ്രിസിഷൻ. ആരാടാ അവിടെ വിളിച്ചിരിക്കുന്ന വിമരുന്നിട്ട് ഞങ്ങളാടാ ഇവിടെ വിളിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഈ പേജർ അറ്റാക്ക് നമ്മളിവിടെ ഇരുന്നിട്ട് അടിപൊളി മൊസാദ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ പേജർ അറ്റാക്ക് എങ്ങനെയാണ് വന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇവർക്ക് മനസ്സിലായി, അതായത് ഈ ഹിസ്ബുള്ള ആയിരുന്നല്ലോ, ഹിസ്ബുള്ള അവർക്ക് ആദ്യമേ ഇതിനുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യും, നമ്മളെങ്ങനെ ഇത്. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാതിരിക്കാനുള്ള വഴി എന്താണ്? പേജറാണ് അതിനുള്ള വഴിയെന്ന് അവരുടെ മദ്രസ ബുദ്ധിയിൽ വന്നൊരു സാധനം. അങ്ങനെ ഒരു പേജറിലേക്ക് മാറുന്നു. ഇവർ മനസ്സിലാക്കുന്നു. ഉടനെ പേജർ ഉണ്ടാക്കുന്ന കമ്പനി ഇവരായി മാറുന്നു. പേജർ അവർക്ക് കൊടുക്കുന്നു, സമയമാകുമ്പോൾ പൊട്ടുന്നു. വേറെ ആരും പേജറപ്പം ഉണ്ടാക്കുന്നില്ല. അതാണ് കോമഡി. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഇത്. എവിടെ ഓർഡർ വരുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണൂല്ലേ പേജർ എവിടെയെങ്കിലും വരുന്നുണ്ടോന്ന്. മൊബൈലായിരുന്നു ഇവർക്ക് ഒരിക്കലും പറ്റില്ലായിരുന്നു. മൊബൈലാണെങ്കിൽ ഇത് നടക്കില്ല. കാരണം മൊബൈലാകുമ്പോൾ എത്ര കമ്പനികളുണ്ട്, ഏത് ബ്രാൻഡ് അവർക്ക് മേടിക്കാമല്ലോ, വാങ്ങിക്കാം. ഭയങ്കര പാടാണ് അതിനകത്ത് കയറാൻ. ആ സപ്ലൈ ചെയിനിൽ ഇടപെടാന്ന് പറയുന്നത് എളുപ്പമല്ല. മറ്റേത് പേജർ വേറെ ആരും മേടിക്കുന്നില്ല. ഉണ്ടാക്കുന്ന പേജറെ മുഴുവൻ ബോംബ് വെച്ചാൽ അത് ഇവരുടെ അടുത്ത് തന്നെ കൃത്യമായിട്ട് എത്തിപ്പൊട്ടും. മറ്റേത് മൊബൈൽ വേറെ എവിടെയെങ്കിലും ഇരുന്നാണ് പൊട്ടുന്നുണ്ടെങ്കിൽ പണി വാളും. അപ്പം അതാണ് സത്യത്തിൽ. അപ്പം മൊസാദ് ആവുന്നത് മൊസാദ് ആയതുകൊണ്ട് മാത്രമല്ല, മദ്രസ പൊട്ടന്മാരെയാണ് നേരിട്ട്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ലേ? അത് നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആ ആംഗിളിലൊന്നും ഇവർ പോലും ചിന്തിക്കുന്നില്ല. ഇവർ നമുക്ക് ഭയങ്കര ബുദ്ധി ആയതാണ്. നിങ്ങൾ മൊസാദ്, നിങ്ങൾ തന്നെ അറിയൂ റിയലി മൊസാദ്. അപ്പോൾ ഇവർ ഞാൻ കാണുമ്പോൾ ഇവർ വളരെ എന്താ പറയുക, ടെക്നോളജി ടാർഗറ്റഡ്, അതായത് ഒരു ഓർഗനൈസേഷൻ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു, വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നു, ദെൻ ദേ വിൽ ഓപ്പറേറ്റ്. അത് വളരെ പ്രിസിഷൻ ഓപ്പറേഷൻസ് ആണ്, അത് കാര്യത്തിലാണ്. പക്ഷേ ഈ നരേറ്റീവ് ഐഡിയോളജിക്കൽ വൈറസിനെ തോപ്പിക്കുക, അതായത് ഇവരെത്ര ലീഡേഴ്സിനെ കൊന്നാലും പിന്നെ കൂണുപോലെ മുളച്ചു വരുമല്ലോ. നമ്മളിങ്ങനെ വൈറസിനെ കൊല്ലും തോറും വൈറസ് മുളച്ചു വരും എന്ന് പറഞ്ഞാൽ രക്തം വീഴാതെ പിന്നെ ദേവി അടിയിലൊരു പാത്രം പിടിച്ചെന്നാണ്. ഈ രക്തം താഴെ വീണ സംഭവം ഭദ്രകാളി രക്തം വീഴാതെ. അപ്പോൾ ഇവിടെ ഈ സംഭവം എങ്ങനെയാണ്, എത്ര ലീഡേഴ്സിനെ കൊന്നാലും അടുത്ത് പിന്നെ ഒരു സെറ്റ് മണ്ടന്മാർ അവിടെ വരികയാണ്. അപ്പോൾ ഇത് കൊന്നാലും തീരാത്ത അത്ര ഈ സാധനമുണ്ട്. ഇതിങ്ങനെ ഫാക്ടറിയിൽ നിന്ന് മദ്രസ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന്ന് പറഞ്ഞതിൽ നിന്ന് എനിക്കുള്ളൊരു കൺക്ലൂഷൻ ഇതാണ്, മൊസാദ് ഇനിയും ഇവിടെ ഇഷ്ടംപോലെ പണിയെടുക്കാനുണ്ട്. പിന്നെ അവരുടെ പണി ഇതേപോലെ എളുപ്പാക്കാൻ ഇപ്പുറത്ത് മദ്രസ പൊട്ടന്മാരും ഇവർ മാത്രമല്ല കേട്ടോ, ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല ഇങ്ങനത്തെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്ന ഈ ലോകത്തിൽ ഈ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇതേ പരിപാടിയാണ്. ലെഫ്റ്റിസ്റ്റ് അമേരിക്ക ആഗോള സാമ്രാജ്യത്വം, ഇപ്പോഴും നമ്മുടെ നിയമസഭയിൽ കിടന്ന സാമ്രാജ്യത്വം നവലിബറൽ എന്നൊക്കെ ഇവർ പുലമ്പുന്നില്ലേ. അതായത് ബേസിക്കലി ഇവർ രണ്ടുപേരും ഒന്ന് പാർട്ടി ക്ലാസ് പൊട്ടന്മാരും മറ്റൊന്ന് മദ്രസ പൊട്ടന്മാരുമാണ്. ഇവർ സംഭവം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവർ പിന്നെ ഈ വൈറസ് ഇവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഈസിയായിട്ട്. കാരണം ഈ പറഞ്ഞ വളരെ മീഡിയോക്കറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഭയം. നമ്മുടെ വീട്ടിലെ കരിവേപ്പിലൊക്കെ അമേരിക്ക കൊണ്ടുപോകുന്ന പറഞ്ഞ ആൾക്കാർ കരഞ്ഞു പോയിരുന്നില്ലേ. അപ്പം കരിവേപ്പില കൊണ്ടുപോകും, മറ്റേ മഞ്ഞൾ കൊണ്ടുപോകും. ഇനി മഞ്ഞളൊന്നും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്നാ ഘാട്ട് കരാറിൽ ഒപ്പിട്ടു, തീർന്നു. ആസിയാൻ കരാർ കഴിഞ്ഞു മോനെ, കഴിഞ്ഞു. റബ്ബർ വെട്ടണം, അമേരിക്കയുടെ അനുമതി വേണം, വെട്ടരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമേരിക്ക അങ്ങോട്ട് ഭയങ്കര, അമേരിക്കയാണ് എല്ലാം ഡീപ് സ്റ്റേറ്റ്. ഇവിടെ അമേരിക്ക നമുക്ക് മനസ്സിലായി അമേരിക്ക എന്താ ചെയ്യുന്നത്. അമേരിക്ക ഇത്രയും ഭയങ്കരമാരാണ്, ഇറാനിൽ ഇത്രയും ബുദ്ധിമുട്ടുമോ? അപ്പം അമേരിക്ക ചെയ്യുന്ന പറഞ്ഞാൽ അമേരിക്ക ഈ പറഞ്ഞ പോലെ ബിസിനസ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഓരോ ലൊക്കേഷനും അവിടെ ചൂസ് ചെയ്യുന്നത്. അവിടെയാണ് ഇതിൽ ഈ യാത്രയിലെ മറ്റൊരു തിരിച്ചറിവ്. എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള സംഭവമാണ്, ഇപ്പം പ്രവീൺ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് നമ്മളൊരു സംഗതി, ഇപ്പം ഞാനും പ്രവീണും കൂടിയിട്ട് ഒരു കാര്യത്തിൽ ഒരു കരാറിലെത്തണം, ഒരു നെഗോഷിയേഷൻ അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അവിടുത്തെ ഒരു കോമൺ എലമെന്റ് എന്ന് പറയുന്നത്? അവിടെ ഒരു ബിസിനസ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണം. ആ ഇൻട്രസ്റ്റ് വേൾഡ്ലി ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതെ 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 അല്ലേ. ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യവും പ്രവീൺ ഇവിടെ ഉള്ള കാര്യവും പറഞ്ഞാൽ അത് തമ്മിൽ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മളവിടെ ഉള്ള സമയത്താണ് ഈ ലബനോനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്, ഇസ്രായേൽ. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ ലബനോനായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഹിസ്ബുള്ള അപ്പുറത്ത് വേറെ ഉണ്ട്. ഈ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂതരാഷ്ട്രം പാടില്ല, അത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിവിനിറ്റിയും പിന്നെ ഈ പറയുന്ന എന്താ പറയുക ആഫ്റ്റർ ലൈഫ് ലിങ്ക്ഡ് ആയിട്ടുള്ള സാധനവും വെച്ചിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെടുത്ത് എങ്ങനെയാണ് ലബനോനുമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള
ഈ വേൾഡിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള സമാധാനത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് എങ്ങനെ ഒരു നെഗോഷിയേഷൻ സാധ്യം? അവരൊപ്പിടാൻ വരുമ്പോഴത്തേനും ചക്കിന് വെച്ചത് കൊക്കിന് കണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള പാട്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കരാറിൽ അവരൊരു ടെമ്പററി എന്താ പറയുക ഒരു ഇൻ്ററിം സാധനം ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. തത്വത്തിൽ അവരൊരു സമാധാന ശ്രമത്തിൽ മുന്നോട്ട് വന്നു എന്ന് വെച്ചാൽ ലബനോനും ഈ പറയുന്ന ഇസ്രായേലുമായിട്ട്. പക്ഷേ അതിനെ എതിർത്ത് വന്നത് ആരാണ്? ഹിസ്ബുള്ളയാണ്. ഇത് ശരിയല്ല, ഇത് നമ്മൾ കീഴടങ്ങുന്നതിന് തുല്യമാണ്, ഇത് നമ്മൾ എന്താണ് ഈ രീതിയിലാണ് ഇതിനെ പറഞ്ഞു വെക്കുന്നത്, ഇത് എന്താണ് ജൂയിഷ് സ്റ്റേറ്റിനെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് തുല്യമാണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ലെജിറ്റിമൈസേഷൻ ഇപ്പോഴും അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അല്ല, ഞാൻ നമ്മുടെ പോസ്റ്റുകളിലും കമൻറ്റുകളിലും എല്ലാം കണ്ടത് ഇവരിങ്ങനെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഞാൻ മറ്റവരുടെ രാജ്യമായിരുന്നു, മറ്റവരുടെ ആയിരുന്നു, അവരെ ഓടിച്ചു ഇവരെ ഓടിച്ചു. ഞാൻ ചോദിച്ചത് ഏത് ഹിസ്റ്ററിയാണ് നിങ്ങൾ പറയുന്നത്? 1948 ഹിസ്റ്ററിയാണ് ഇവർ പലരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുറകോട്ട് പോകും. ഓട്ടോമൻ കാലത്തെ ഹിസ്റ്ററിയാണ് നിങ്ങൾ എടുക്കുന്നില്ല? ഇല്ല. അതിനു മുമ്പ് റോമൻ കാലത്തെ ഹിസ്റ്ററി നിങ്ങൾ എടുക്കില്ല, അതെടുക്കില്ല. അതിന് മുമ്പ് ബാബിലോണിയൻ കാലത്തെ ഹിസ്റ്ററി ഇല്ല, ഞങ്ങൾ തീരെ എടുക്കില്ല. അപ്പോൾ അങ്ങനെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ പാലസ്തീനികളെന്ന് പറയുന്ന ആൾക്കാർ പോലും അവരുടെ പഴയ തലമുറ എന്ന് പറയുന്നത് ബേസിക്കലി പഴയ ജ്യൂസൊക്കെ അവിടെ താമസിച്ചിരുന്നവരൊക്കെയാണ്. ഇവരൊക്കെ പേടിച്ച് കൺവേർട്ട് ചെയ്ത ആൾക്കാർ, ഭീഷണിയുടെ പുറത്ത് കൺവേർട്ട് ചെയ്ത ആൾക്കാർ, അങ്ങനെ വന്ന ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഒരു തമാശ ഉണ്ട് ഈ പറഞ്ഞ സാധനം. അതായത് രണ്ട് കാര്യം. ഒന്ന്, പ്രവീണും അവിടെ നടന്ന പല കല്ലുകളും നമ്മളെ നടപ്പാതയിലൊക്കെ ഉള്ള ഈ ജെറുസലം ഓൾഡ് സിറ്റി, അതെ പല കല്ലുകളും ബാബിലോണിയൻകാരിട്ട കല്ലാണ്. റോമക്കാർ 2000-3000 വർഷം പഴക്കമുള്ള കല്ലുമലൂടെ അവർ കെട്ടിയ മതിലുമലാണ് നമ്മൾ അവരൊരു എക്സ്കവേറ്റ് ചെയ്തിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ട് അവിടെ. അതായത് 2000 years old ഒരു സ്തൂപം. അതെ, ഇതെല്ലാം അവിടെ റോമൻ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് വന്നിട്ടാണ് ഇവർ പറഞ്ഞത് 1948 എന്ത് സംഭവിച്ചു. രണ്ടാമത്തെ തമാശ എന്ന് പറയുന്നത്, ഞാൻ ആ വീഡിയോ പുറത്തു വിട്ടില്ല, ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇടാം. അതിൽ ജെറുസലം ഓൾഡ് സിറ്റിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ആൾ, അപ്പോൾ ഞാൻ നേരിട്ട് പോയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ആളെ വിളിച്ച് നമ്മളെ തല്ലും. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ടൊരു 100 ഷെക്കലിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഷുവർ ബ്രദർ വെൽക്കം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ആസ് ആൻ അറബ്. പുള്ളി അറബാണ്, ജെറുസലമിലാണ് ജീവിക്കുന്നത്. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഞാൻ ആളോട് ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആർ യു ഹാപ്പി ലിവിങ് ഹിയർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾ പറയാണ്, ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആൾ പറഞ്ഞു വരുമ്പോൾ അതിൽ പറയുന്നത് ഈ മൗണ്ട് സയോണിലാണ്, അതിൻ്റെ ഈ പ്രദേശത്താണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഈ മൗണ്ട് സയോണാണ് ഞങ്ങളുടെ പഴയ അതിൻ്റെ താഴ്വാരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ആളോട് ചോദിക്കണമെന്നുണ്ട്, മൗണ്ട് സയോൺ എന്താണ്? ഈ മൗണ്ട് സയോൺ എന്താ പോയി പറഞ്ഞത്? അതെ, ഇതാണ് ഇവർ പറഞ്ഞു വരുന്ന സമയത്ത് ഇവരുടെ പല വാക്കുകളിലും കടന്നു വരുന്ന സ്ഥലപ്പേരടക്കം ഇവർക്കെതിരാണ്. അല്ല, ഞാൻ ഈ മൗണ്ട് സയോൺ എന്ന് പറഞ്ഞ ഈ സയൺ മല, അതിൻ്റെ ബാക്കിയാണ് അതായത് ജെറൂസലമിന്റെ പഴയ ഒരു പേരാണ്, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് നെയിമാണ് ഈ പറയുന്നത് സയോൺ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ സയോണിസം എന്ന് പറയുന്ന ആ പേര് പോലും വരുന്നത്. ഇവർ വലിയ കാര്യമായിട്ട് നമ്മളോട് പറയുന്നത് സയനിസ്റ്റ് എന്നാണ് അവർ തന്നെ അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇവിടുത്തെ മറ്റേ ഹിന്ദുത്വ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമായിട്ടല്ല അവർ കാണുന്നത്. അവരൊരു വലിയ പ്രൗഡായിട്ട് അവർ ഈ രാജ്യം ഉണ്ടാക്കിയ ആൾക്കാർ, ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ്, അങ്ങനെ ആ രീതിയിൽ അതിനെ വളരെ പ്രൗഡായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമ്മളിവിടെ സയനിസ്റ്റുകളുമായിട്ട് ഒരു ചർച്ചയ്ക്കും ഞങ്ങളിൽ ഇസ്രായേലിനെ ബിൽഡ് ചെയ്ത ആളുകൾ, അങ്ങനെയാണ് അവരതിനെ കണക്കാക്കുന്നത്. ഫൗണ്ടിങ് ഫാദേഴ്സ്, ഹോംലാൻഡിനെ തിരിച്ചു പിടിച്ച ആളുകൾ, അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. അപ്പം നമ്മളിനി പറഞ്ഞു വരുന്നത് അതിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം മുമ്പേ പറഞ്ഞു നിർത്തിയത് നരേറ്റീവ് വാറിൽ ഇവർ പരാജയപ്പെടുകയാണ്. ലോകം മുഴുവൻ ഇവർക്കെതിരാവുന്നു. യൂറോപ്പ് എതിരാവുന്നു, അമേരിക്കയിൽ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം ഇവർക്കെതിരാവുന്നു. പിന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് UAE-യും അതുപോലെ ബഹ്റിനും പിന്നെ ഒരു രാജ്യം കൊണ്ടുണ്ടല്ലോ മൊറോക്കോ. ഇവർ 3 പേരുമാണ് ഇപ്പോൾ സുഡാനിലൊരു രാജ്യം, പല രാജ്യങ്ങളും വരുന്നു. ഇവർ ചേർത്ത് പിടിച്ച് ഇവരോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞൊരു പ്രൊപ്പഗണ്ട, അതായത് അൽ ജസീറ തുടങ്ങി വെച്ച, അല്ലെ ഖത്തർ ഫണ്ട് ചെയ്ത് തുടങ്ങി വെച്ച ഒരു പ്രൊപ്പഗണ്ട ഇന്ന് UN-നെ വലിയ രീതിയിൽ ഒരു പ്ലേഗ് പോലെ ബാധിച്ചിരിക്കുന്നു. കാരണം UN കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെയൊക്കെ കാര്യത്തിൽ. ഞാൻ ആലോചിക്കണം, ഇന്ത്യയിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം കാശ്മീരിൽ നടക്കുമ്പം നമ്മുടെ അടുത്താണ് എല്ലാ നിയമങ്ങളും ഇതുമായിട്ട് ഇവരെത്തുന്നത്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നു, കാശ്മീരികളെ ജീപ്പിന് മുന്നിൽ കെട്ടിവെച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ കാശ്മീരികളോട് ചോദിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ബേസിക്കലി പട്ടാളക്കാർക്ക് വഴി കൂടെ നടക്കാൻ പറ്റത്തില്ല. ഇവർ കല്ല് പെറുക്കെറിയാണ്. ഈ കല്ലെറിയാതിരിക്കണമെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ആൾക്കാരെ പറ്റും. അപ്പം അവരുടെ ഗതികേട് കൊണ്ട് അവർ ചെയ്യണം. അത് ഞാൻ അതിനെ ന്യായീകരിക്കുമല്ല. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് നയിച്ച ആ സിറ്റുവേഷനെ ഇവർ കാണുന്നില്ല, ഒരിക്കലും പറയില്ല. അതിവർ അക്നോളജ് ചെയ്യുന്നില്ല. ആ സിനിമ കണ്ടിട്ടുണ്ടോ? അതെ. ഓ, കണ്ട് നമ്മൾ നിലവിളിച്ചു പോകും ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ആ രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം UN 50-ഓളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹിന്ദു രാജ്യമേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമുള്ളൂ. ഇതേപോലെ സയനിസ്റ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ സയനിസ്റ്റുകളായിരിക്കുന്ന ഒരു രാജ്യമുള്ളൂ ഇസ്രായേൽ. പക്ഷേ ആ ഇസ്രായേൽ പറയുന്നതെല്ലാം നുണയാക്കണമെങ്കിൽ ഇസ്രായേലാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു നരേറ്റീവ് ആദ്യം പുഷ് ചെയ്യണം. അപ്പം ഇസ്രായേൽ ഇപ്പം ഒക്ടോബർ 7 ആക്രമണം തന്നെ നെതന്യാഹു ചെയ്തതാണെന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ആയിക്കോട്ടെ, പുൽവാമ ആയിക്കോട്ടെ, എല്ലാ അറ്റാക്കും RSS ചെയ്തതാണെന്ന് ഇപ്പം ആരിഫ് പണ്ട് വിശ്വസിച്ചിരുന്നു. ബോംബെ അറ്റാക്ക് അതേപോലെയാണ് നമ്മൾ തന്നെ. അപ്പോൾ ഇത് ഈ ഒരു വലുതാക്കൽ, എനിമിയെ വലുതാക്കൽ, ഇല്ലാത്ത വലുപ്പം എനിമിക്ക് ചാർത്തി കൊടുത്തിട്ട് അവനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പം ഇവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇത്തരത്തിൽ ഇവർക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ആൾക്കാർ വിശ്വസിക്കാതെ ഒരു ലൂപ്പ് ഹോളാണ്. ആണ്. അപ്പം ഇതിന് കൃത്യമായിട്ട് എന്താ പറയുക വെച്ചാൽ ഇതിനെ ഈ ഇപ്പം പിന്നെ ഇസ്രായേലികളുടെ കാര്യമായാലും ഇപ്പം മൊസാദിൻ്റെ കാര്യമായാലും RSSൻ്റെ കാര്യമായാലും അവർ ഈ പുകഴ്ത്തൽ ഒരു തരത്തിൽ ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിനെ കൗണ്ടർ ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല. ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, യെസ് വി ആർ വെരി ബിഗ് സംഭവം. ഈ സത്യത്തിൽ അത് നിങ്ങളുടെ മേൽ ചാർത്തുന്നത് നാളെ നിങ്ങൾക്കെതിരെയുള്ള, അപ്പം നാളെ ലോകം തീരുമാനിക്കണം ഇവരെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെ വരും. അതായത് ഇവരാണ് ഈ ലോകത്തെ എല്ലാ ഈവിൾ കാര്യങ്ങളുടെയും പിന്നിൽ. അപ്പോൾ ഇവരെ ഇല്ലായ്മ ചെയ്ത് അവരുടെ കൊച്ചുകുട്ടിയെ, അപ്പോൾ അങ്ങനെയാണല്ലോ നാസികൾ ചെയ്തത് ഇവരെ. അതായത് സാധാരണ ജർമ്മൻകാരോട് പറഞ്ഞ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവരാണ്, ഇവരെക്കുറിച്ച് ഇങ്ങനെ മറ്റേ ഗീബൽസ് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിലൊരു കൊച്ചുകുട്ടിയെ കണ്ടാൽ പോലും ഇവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടത് നമ്മുടെ ഒരു ധാർമ്മിക ബാധ്യതയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ കൊച്ചുകുട്ടികളെ വരെ കൊന്നത്. അതാണ് ആ ഹോളോകോസ്റ്റ് മ്യൂസിയത്തിൽ പോയപ്പം. യെസ്, ഹോളോകോസ്റ്റ് മ്യൂസിയം ആയാലും ഇപ്പോൾ നമ്മൾ കാണാൻ വിട്ടുപോയൊരു സ്ഥലമാണ് ഈ യാത്രയിൽ. ആ ഒരു ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് നോവ മ്യൂസിക് ഫെസ്റ്റിവൽ, അത് ശരിക്കും കാണേണ്ടതായിരുന്നു. എന്നാലും ഞാൻ കണ്ട ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ആ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വ്യത്യാസം തന്നെയായിരുന്നു. അത് നമുക്ക് ഏതായാലും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത്, ഇപ്പോൾ അതെല്ലാം ഹോളോകോസ്റ്റ് മ്യൂസിയം, യാദ് വശമിൽ പോയി, പിന്നെ സെദ്രോത്ത് എന്ന് പറയുന്ന അവിടുത്തെ ആ പോലീസ് സ്റ്റേഷൻ, പിന്നെ ഫർ അസ എന്ന് പറയുന്ന ആ കിബുട്സ്, ഇങ്ങനെയുള്ള പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ. അതുപോലെ ആ ഒരു ഓസ്ട്രേലിയൻ ഒരു ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്താണ് സെദ്രോത്ത് പോലീസ് സ്റ്റേഷൻ്റെ ആ ഡോക്യുമെൻ്റ്. ഇതെല്ലാം ഈ ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള ട്രാജഡീസ് ഡോക്യുമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഇന്ത്യ വേഴ്സസ് ഒരു ഇസ്രായേൽ കമ്പാരിസൺ. ഇന്ത്യ ഈസ് പത്തറ്റിക്. ഇപ്പം നമ്മൾ മുംബൈ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പം നമ്മുടെ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ട് പത്രക്കാരെ എന്താണ് ഈ ഡോക്യുമെന്റ് ഇപ്പം കുറേ പറയണം, ആളുകൾക്ക് മനസ്സിലാവും ഇതെന്താ പേപ്പർ എഴുതി വെച്ചെന്താ സാധനമാണെന്നാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുള്ള ഓഡിയോ, വീഡിയോസ്, ഫൂട്ടേജസ്, പിന്നെ ടൈം ലൈൻസ്, ഓരോ ഇവൻറ്റും നടന്ന സംഭവം, ഇതിനെല്ലാം വളരെ ഇൻഫോഗ്രാഫിക്കായിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വിത്ത് എവിഡൻസ്, വിത്ത് ഫൂട്ടേജ്, നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നടന്ന സംഭവം എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയുണ്ടായി. അതായത് ഒരു കുട്ടിയുടെ വോയിസ്, ആ സമയത്ത് അച്ഛൻ മുമ്പിൽ മരിച്ചു കിടക്കുന്നു, അമ്മ ഇല്ല, കൊച്ച് പോലീസിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുമ്പം ആ കൊച്ച് പറയുന്ന മറുപടികൾ വയർലെസ്സിൽ കൂടെ എടുത്ത് റെക്കോർഡ് ചെയ്ത് അത് കേട്ട് നമുക്ക് കുറച്ച് നേരം പോലും നിൽക്കാൻ പറ്റില്ല. അറിയൂ ഇസ്രായേലി? അതെ, കൊച്ചു ചോദിക്കുകയാണ്, കൊച്ചിന് അറിയത്തില്ല സഹായിക്കാനാണോ കൊല്ലാനാണോ വന്നത്. അപ്പം IDFൻ്റെ യൂണിഫോം ഇട്ടിട്ടാണ് ഇവർ വന്നത്. അവിടെയാണ് ആ പ്രസക്തമായ കാര്യം വരുന്നത്. കാരണം ഈ കുട്ടീനെ ആദ്യം അപ്രോച്ച് ചെയ്ത പോലീസുകാരൻ സത്യത്തിൽ പോലീസുകാരനായിരുന്നില്ല, അത് ഹമാസ് ആയിരുന്നു. അയാൾ IDFൻ്റെ വേഷം ഇട്ട് വന്നു. അത് തന്നെയാണ് ഈ ഹമാസുകാർ വീഡിയോസ് ആയിട്ട്. ഇപ്പം ഞാൻ കണ്ടൊരു വീഡിയോ, ഇസ്രായേലിൻ്റെ IDFകാരനിരുന്നിട്ട് ഐ ലൈക്ക് ടു കിൽ ബേബീസ്, ഇസ്രായേലി ബേബീസ്, അല്ല സോറി പാലസ്തീനിയൻ ബേബീസ് എന്നൊക്കെ ഇവൻ്റെ പറയാം. IDFൻ്റെ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഹൗ ക്രൂവൽ ദിസ് ഇസ്. ഇത് ഹമാസിൻ്റെ ആൾക്കാരെ തന്നെ ഇവർ വേഷം കെട്ടിച്ച് കൊണ്ടിരുത്തിയിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രൊപ്പഗണ്ട ചെയ്യുന്ന ആൾക്കാർ ഇവരാണ്. ഇപ്പോൾ ഫർ അസ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടു ആ വീട്ടിൽ ഒരു എവലിൻ ആൻഡ് ലീവ, അങ്ങനെ 2 പേരിലുള്ള പേര് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. അവരുടെ ആ വീട്ടിൽ
ഇവരെ രണ്ടുപേരും കൊന്നു. ഇവർ രണ്ടുപേരും IDF ആൾക്കാരായിരുന്നു. പക്ഷെ അവരെ കൊന്നിട്ട് ഈ സംഗതി ചിത്രം വെച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഞാൻ കണ്ടു ആ വീഡിയോ. അവരെ എങ്ങനെയാണ് അവിടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് അവിടെ പ്രചരിപ്പിച്ച് ഇവർ നമ്മുടെ പാലസ്തീനിൽ കുട്ടികളെ കൊല്ലാൻ കയറി വന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് അവരെ കൊന്നു. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ വീട്ടിൽ ഉറങ്ങിക്കിടന്നവരെ വെടിവെച്ചു എന്നാണ് ഇതിനകത്ത്. ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യ ഈസ് ഫാർ ബിഹൈൻഡ് എന്നല്ല, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇത്രയും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി. ഇത് നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളെയും ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ് ടൂറൊക്കെ അങ്ങോട്ട് വെക്കണം. കുട്ടികളെ കൊണ്ട് വിടൂ, പാർട്ടീഷൻ്റെ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സംഗതികൾ ഒന്നുമില്ല. ഇപ്പോൾ ബംഗാൾ പാർട്ടീഷനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? അതെ, ആർക്കും അറിയില്ല. 1921 മലബാർ ലഹള എന്ന് പറയുന്ന സാധനം ആർക്കും. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ഭാര്യയും കുന്നൻ ഇവിടെ ഹീറോ ആണ്. അതെ അതെ അതെ. അതേപോലെ ഓരോ വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ടിപ്പു സുൽത്താനെ ഹീറോ ആക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? കാരണം ആ സത്യം എന്തെന്നുള്ളത് പുറത്തില്ല. അതുകൊണ്ട് ഹീറോ ആക്കേണ്ടവനെ ഹീറോ ആക്കാൻ പറ്റും, തമസ്കരിക്കേണ്ടതിന് തമസ്കരിക്കാനും പറ്റുന്ന ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെയാണ്. അത് ഇന്ത്യ ഇനിയെങ്കിലും മറികടക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു പത്ര റിപ്പോർട്ടർ വന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അതിലിത് നമ്മൾ പറയുക, അവരത് ആ പത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് ഇസ്രായേലിനെ ഒരുപാട് കോപ്പി ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. പല സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ സിഖ് കലാപം ഉൾപ്പെടെ എല്ലാ റൈറ്റ്സും, ഗുജറാത്ത് കലാപവും എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം. ദേ നീഡ് ടു ഡോക്യുമെൻറ്റ് എവറിത്തിങ്. അത് ഇവിടുത്തെ ആളുകൾ കാണുകയും അത് സ്കൂളുകളിൽ നിന്ന് മുതിർന്ന 10ാം ക്ലാസ്സിന് ശേഷം പോയാലും മതി, അത് കുട്ടികളെല്ലാം പോയി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പം എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹെയ്റ്റഡ് ക്യാരി ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് കാരണം. ഹെയ്റ്റുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യം നശിക്കും. ഇപ്പം ഇസ്രയേലും ഇത്രയും ക്രൂരതകളൊക്കെ നടന്നു. ഇസ്രയേലികൾക്കെതിരെ ഇത്രയും ക്രൂരത ജർമ്മൻകാർ നടന്നു. ഹോളോകോസ്റ്റ് ആർക്കും സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവരിന്ന് ജർമ്മൻകാരോട് ആ ഒരു വിരോധം കൊണ്ടു നടക്കുന്നില്ല. സെയിം സാധനമാണ് നമ്മൾ മാറാട് പോയപ്പോൾ പറഞ്ഞത്. മാറാട് കലാപത്തിൻ്റെ ഓർമ്മ നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്നു, ഓക്കെ, ഓർമ്മിക്കുന്നു, വിലപിക്കുന്നു ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഇപ്പോഴും തർക്കമാണ്. എന്തിനാണ് ഈ തർക്കിക്കുന്നത്? ചരിത്രത്തിൻ്റെ ഒരു കാര്യം എടുത്തുകൊണ്ട് തർക്കിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. യഥാർത്ഥ ദുരന്തം അതാണ്. ഇവിടെ ഇസ്രായേലിൽ അത് സംഭവിക്കില്ല, നടക്കില്ല. ഇത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് ആളുകളെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്കൊരു നിവേദനമായിട്ട് തന്നെ സമർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കേരള ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതുണ്ട് പല കാര്യങ്ങളും. ഇതേപോലുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സംഗതികൾ ഇപ്പോൾ മാറാട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരണമെന്നില്ല. അതൊന്നും ഇവിടെ ചെയ്യില്ല, നമുക്കറിയാം. അത് വേറെ കാര്യം അല്ല, അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു പൊതുവേ ഇപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രവീൺ പറഞ്ഞൊരു കാര്യമാണ്, ഇസ്രായേലിലേക്ക് ടൂർ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കൂടുതലും പോകുന്നത് ഈ പറയുന്ന വിശുദ്ധ തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കുറേ മദ്രസ ജീവികൾ പോകാറുണ്ട്. അവരവിടെ പോയിട്ട് കറക്കത്ത് മരമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ടും പോകും. അങ്ങനെ ഒരു മരമൊന്നും അവിടെ ഇല്ല. മരമാണെങ്കിൽ തന്നെ അതൊരു കുറ്റിച്ചെടിയാണ്. അതിന് മരം എന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു. അതെ, അത് നമുക്ക് കിട്ടില്ല അവിടെ. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇവർ റോട്ടിൽ കാണുന്ന ഏതൊരു കുറ്റിച്ചെടി പിടിച്ചിട്ട് ഇതാണ് കറക്കത്ത് വരെ, ഇത് ജൂതന്മാർ നട്ടുപിടിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പച്ച മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ നടന്നെന്ന് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച അതാ. ശരിക്കും മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് മദ്രസയിൽ നിന്നല്ല, ഇത് ഹമാസിന്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് അന്ത്യനാൾ സംഭവിക്കുകയില്ല, അവസാനത്തെ ജൂതനെ കൊന്നു തള്ളുന്നത് വരേക്കും. അന്ത്യനാളാകുമ്പോൾ ഒരു യുദ്ധം ഉണ്ടാകും. അന്നേരം ജൂതൻ കല്ലിൻ്റെയും മരങ്ങളുടെയും പിന്നിൽ ഒളിക്കും. ആ ഒളിക്കുന്ന സമയത്ത് കല്ല് വിളിച്ച് പറയും, ഓ മുസ്ലിമേ, എൻ്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, വന്ന് കൊന്നോ എന്ന് പറയും. ഒരു മരം ഒഴികെ. ആ മരം ഏതാണ്? അതാണ് കർക്കത്ത് മരം. ഇത് ഖുറാനിൽ, ഇത് ഹദീസിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് അതേപോലെ കോട്ട് ചെയ്തിട്ടാണ് ഹമാസിന്റെ ചാർട്ടർ വരെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മളെ പള്ളികളിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്നതാണ്. എന്നിട്ട് ഈ സാധനം വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കർക്കത്ത് മരം അവിടെ കാണിച്ചു കൊടുക്കണം. അതിന് ഇവരെന്ത് ചെയ്യും? തീർത്ഥാടന യാത്ര പോയിട്ട് ഇത് കാണിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുറേ ഇതുപോലുള്ള ദാവാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ചെയ്യുന്നത്. ഇത് പണ്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. നമ്മുടെ ഈ KT ജലീലിനെ പോലുള്ള ആളുകളൊക്കെ ശബ്ദം കൊടുത്തിട്ടുള്ള ചില സാധനങ്ങൾ. അതിലൊക്കെ ഇതേപോലുള്ള സാധനമാണ്. ഈ മമ്മി, ഈ ഈജിപ്ഷ്യൻ മമ്മിയുടെ കഥയൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള പല പല കെട്ടുകഥകൾ യാഥാർത്ഥ്യമാണെന്ന് കാണിക്കുന്നത്. ഈ ഒരു ക്രിയേറ്റിംഗ് ആൻ എനിമി എന്ന് പറയുന്ന സംഭവം പല രീതിയിൽ, ഒന്ന് തിയോളജിക്കലി ചെയ്യും. നമ്മൾ നമ്മുടെ ഡ്രൈവറിനോട് ചോദിച്ചല്ലോ, അതെ, ഡ്രൈവർ ഫ്രെഡി അല്ലല്ലോ, ഡ്രൈവർ മുഹമ്മദ് ഇസ്രായേലി അറബാണ്. ആൾ അവിടെയാണ് താമസിക്കുന്നത്. ആളോട് നമ്മൾ ചോദിച്ചു, ഈ പറയുന്ന അഷ്ജറുൽ എന്തുട്ട് സാധനം എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ജൂതന്മാർ മുഴുവൻ നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾ എന്നോട് തന്നെ അവിടെ ചൂണ്ടിക്കാണിച്ച്, ഇവിടെ ഏതെങ്കിലും ഗർഖദ്മാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പുള്ളി ചോദിക്കുകയാണ്.
അവിടെയാണെങ്കിൽ ഉള്ള മരം മുഴുവൻ വേറെ കുറേ ചെടികളാണ്, വർണ്ണച്ചെടികൾ. നല്ല നിങ്ങൾ ചങ്കി കുത്തുന്ന ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു. അല്ല, ഇത് കാട്ടി കാണുന്ന ചെടി കാണിച്ചിട്ട് ഇത് ഗർക്കത മരമാണെന്ന് കാണിച്ച് പറയുമ്പോൾ ഏറ്റവും മിനിമം വിശ്വാസികൾ, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് പറയാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പച്ച കാണിച്ച് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നടന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെ കഥ പറയാലോ. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ, അല്ല ഞാൻ പറഞ്ഞു വന്നത്, ഈ തീർത്ഥാടന യാത്ര നടത്താൻ വരുന്നതുകൊണ്ട് പല ആളുകളും ഇതിൻ്റെ പല വശങ്ങളും പറയാറില്ല. ചുമ്മാ കുറേ വീഡിയോസാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ്റെ എറർ, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു പോകേണ്ടതായിരുന്നു. ഇതൊക്കെ കവർ ചെയ്ത് പോയിരുന്നെങ്കിൽ പല ദുരന്തങ്ങളും നമ്മൾ പോലെ പൊളിറ്റിക്കൽ ഗെയിനിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇസ്രായേൽ ഇനി ഏത് പ്രതിപക്ഷം വന്നാലും ഭരണപക്ഷം വന്നാലും അവർക്ക് ഈ സത്യത്തെ മായ്ക്കാൻ പറ്റില്ല. അവിടുത്തെ BJP അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ വന്നാലും ഈ സാധനം അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയണല്ലോ, അതിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഈ ഒരു വിഷയം ഡോക്യുമെൻ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എന്ന് പറയുന്നത്, അവരുടെ ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, അതുപോലെ ഈ ഫണ്ടിങ് നടത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ആ മുന്നേറ്റം, ഞാൻ വീഡിയോ ഇട്ടു. ടെക്നിയോണി പോയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിയോൺ യൂണിവേഴ്സിറ്റി 5th ലാർജസ്റ്റ് കണ്ടാണ് ഇസ്രായേലിൽ നമ്മൾ പോയത്. അത് ജർമ്മൻ ജ്യൂസ് ആണ് എൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ്. ആൻഡ് ആൽബർട്ട് ഐൻസ്റ്റീൻ വാസ് ഇസ്രായേൽ ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായത്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ എഞ്ചിനീയേഴ്സ് ആണ് ഇസ്രായേൽ ബിൽഡ് ചെയ്തത്. അതാണ് എൻ്റെ പോയിന്റ്. അവിടുത്തെ എഞ്ചിനീയേഴ്സ്, പാലം പണിതവർ, റെയിൽവേ പണിതവർ. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ആർക്കിടെക്ചറൽ ഭംഗി. അതല്ല, നമ്മുടെ ഇവിടെ PWD ഒക്കെ പണിയുന്ന സ്ഥാപനങ്ങളും അതും നമ്മൾ കമ്പയർ ചെയ്യേണ്ടതാണ്. അതെ, ഡിസൈനുകളും എഞ്ചിനീയറിംഗിലെ വൈദഗ്ധ്യം, അത് ഒന്നുമില്ലാത്തൊരു ലാൻഡിലാണ്. അപ്പോൾ ഇവരിതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം. ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഇരുന്നപ്പോൾ ശരിക്കും എനിക്ക് കുളിര് വരുമായിരുന്നു. അതിങ്ങനെ, കാരണം ആ യൂണിവേഴ്സിറ്റി മാത്രം 4 നോബൽ പ്രൈസ് വിന്നേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലൊരു കോമ്പറ്റീഷൻ. ഇപ്പോൾ ഈ ജൂതന്മാരെ തെറി പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ജൂതന്മാരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ അവിടെ റോബോട്ടിക് സർജറി, ഇവിടെ എത്രയോ മുസ്ലിംസ് റോബോട്ടിക് സർജറിക്ക് പോകുന്നുണ്ട്. മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പല 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 സാധനങ്ങൾ, സ്റ്റണ്ട്, അതേപോലെ തന്നെ ഹാർട്ടിന് സ്റ്റണ്ട് ഇടാത്ത എത്ര ജൂതവിരുദ്ധർ ഇവിടെ ഉണ്ട്. അതെ. അപ്പോൾ ഇതാണ് ഇസ്രായേൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഹമാസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ടെററും ഹേറ്റഡും. ഈ വ്യത്യാസം, ഇരവാദവും. ഈ 3 സാധനമാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഈ ക്രിയേറ്റിംഗ് ആൻഡ് എനിമിയെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഒന്ന് സിമ്പതി, എമ്പതി. ഇത് ഉപയോഗിക്കും. അത് ആൾക്കാർക്കുള്ളൊരു ക്വാളിറ്റിയാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ വിക്ടിം കാർഡ് കൂടെ ചേർക്കും. ഈ 3 സാധനം വെച്ചിട്ടാണ് ഇവർ ആ എനിമിയെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇസ്രായേലിൽ ഇത്രയൊക്കെ അവർ ഇപ്പോൾ ഹോളോകോസ്റ്റിന് ഇതായി, ഞാൻ ഇത്രയും അവരുടെ പല പ്രസൻറ്റേഷൻ കിട്ടും. അവരൊരൊറ്റ സ്ഥലത്ത് പോലും ഇരവാദം ഉന്നയിച്ചിട്ടില്ല. അവർ പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ നമ്മളോട്. ആൻഡ് ദേ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ദ ട്രൂത്ത്, ദാറ്റ്സ് ഇറ്റ്. ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നു, ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ലോകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അവർ വിചാരിക്കുന്ന ഈ ലോകത്തിലേക്ക് ടെക്നോളജിയും ഈ പറയുന്ന ആളുടെ ഹ്യൂമൻസിൻ്റെ ഇഷ്യൂസൊക്കെ ഫിക്സ് ചെയ്യുമ്പം അവരെ മനുഷ്യർ സ്നേഹിക്കുമെന്നാണ്. അപ്പോൾ അവരത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ പോയി പ്രസൻറ്റ് ചെയ്യണം. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഇങ്ങനെ എല്ലാവരും ആക്രമിക്കുന്നു, ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നു, അത് നമ്മൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? അത് ഏതാൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, അയ്യോ ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ, അയ്യോ ഞങ്ങൾക്ക് അവസരമില്ലേ. ഗാസയിലേക്ക് മാത്രം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വന്നത് 10 ബില്യണാണ് ഫണ്ട്.